ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും JSQ എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ കണക്കിൻ്റെ രണ്ടാമത്തെ പാഠമായ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾ. ഇത് ഒന്നാമത്തെ പാർട്ടാണ്. നമ്മൾ കേരള സിലബസ് ആണ് ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് എന്താണ് പാരലൽ ലൈൻസ്, എന്താണ് സമാന്തര വരകൾ എന്നൊന്ന് നോക്കാം. ഈ രണ്ട് വരകൾ കണ്ടോ, ഇത് നമ്മൾ നീളത്തിൽ അങ്ങോട്ട് വരച്ചാൽ ഇത് തമ്മിൽ കൂട്ടിമുട്ടും അല്ലേ? പക്ഷേ ഈ രണ്ട് വരകൾ കണ്ടോ, ഇത് എത്ര നീട്ടിയാലും കൂട്ടിമുട്ടത്തില്ല. കാരണം എന്താ? ഒന്നാമത്തെ വരയും അതിൻ്റെ താഴത്തെ ഈ രണ്ട് വരയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ദൂരം സെയിം ആയിരിക്കും. എവിടെ അളന്നു നോക്കിയാലും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ലൈൻസിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? പാരലൽ ലൈൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് അതിന് കുറച്ച് പാരലൽ ലൈൻസിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന വേലി ഉണ്ടല്ലോ, ആ വേലിയിൽ ഇങ്ങനെ തടികൾ അടുക്കി വെച്ചേക്കുന്നത് കണ്ടോ, ഒന്നിന് സമാന്തരമായിട്ടായിരിക്കും അടുത്തത് അടുക്കി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേ പാളം കണ്ടിട്ടില്ലേ നമ്മളെല്ലാവരും? ആ പാളം കണ്ടോ, സമാന്തരമായിരിക്കും അത് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന റാക്ക്, ഒരു റാക്ക്, താഴത്തെ അടുത്ത റാക്ക്, മൂന്നാമത്തെ റാക്ക്, ഇങ്ങനെ 5-6 റാക്ക് ഉണ്ടാവും. അപ്പം അതെല്ലാം സമാന്തരമായിട്ടായിരിക്കും അല്ലെങ്കിൽ പാരലലായിട്ടായിരിക്കും ഓരോ റാക്കും അടുക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടിക മുകളിലത്തെ ഇഷ്ടികയും താഴത്തെ ഇഷ്ടികയും തമ്മിലുള്ള ദൂരം സെയിം ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? സമാന്തരം അല്ലെങ്കിൽ സമമായിട്ടുള്ള അന്തരം. അതിനെയാണ് സമാന്തരം എന്ന് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എന്താണ് സമാന്തര വരകളെന്ന്? ഇനി നമുക്ക് സമാന്തര വരകൾ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. നമുക്ക് ആദ്യം നിങ്ങളുടെ സെറ്റ് സ്ക്വയറും സ്കെയിലും അടുത്ത് വയ്ക്കുക. ആദ്യം നമുക്കൊരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് പാരലൽ ലൈൻ. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടോ താഴോട്ടോ ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. ഈ പാരലൽ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 4 സെൻറ്റിമീറ്റർ എന്ന് കരുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ഈ സെറ്റ് സ്ക്വയർ എടുത്തിട്ട്, സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ കണ്ടോ, നമുക്കിവിടെ അടയാളപ്പെടുത്താം. നമുക്ക് ഇച്ചിരി പോലും മാറാതെ നമ്മളിവിടെ ഒരു 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെറിയ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ആ ലൈൻ നേരെ വെക്കണം. ഓക്കെ, നേരെ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കും. അപ്പം ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. നമ്മൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ആദ്യത്തെ പാരലൽ ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ സെറ്റ് സ്ക്വയറിൽ നമ്മളൊരു 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തും. അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ സ്കെയിൽ എടുത്തിട്ട് ആ 4 സെൻറ്റിമീറ്റർ നമ്മളിവിടെ ഇങ്ങനെ നേരെ വയ്ക്കും. എന്നിട്ട് സെറ്റ് സ്ക്വയർ വീണ്ടും എടുത്തിട്ട് നമ്മൾ അടുത്ത പാരലൽ ലൈൻ ആ കൂട്ടിമുട്ടിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് നമ്മൾ നേരെ വരയ്ക്കും. അപ്പം നമ്മുടെ 2 പാരലൽ ലൈൻ നമുക്ക് കിട്ടി. ഈ ലൈനും പാരലലാണെന്ന് നമുക്ക് പറയാം. ഇപ്പം നമ്മൾ സെറ്റ് സ്ക്വയറും സ്കെയിലും ഒക്കെ ഉപയോഗിച്ച് പാരലൽ ലൈൻ വരയ്ക്കാൻ പഠിച്ചു. ഇനി നമുക്ക് നോക്കാം, 2 ആംഗിളുകൾ തന്നിട്ടുണ്ട്, അത് പാരലലാണോ എന്ന് കണക്കാക്കണം. നമുക്കാണെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് അതിന് പെർപെൻഡിക്കുലറായിട്ട് ലംബമായിട്ട് നമുക്ക് വേറൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, നമുക്ക് ഇതിന് നേരെ തന്നെ നമുക്ക് വേറൊരു ലൈനും കൂടെ വരയ്ക്കാം, അതും പെർപെൻഡിക്കുലറായിട്ട് തന്നെ. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? നോക്കിയേ, ഇവിടുന്ന് ഇത്രയും പോകുന്നത് എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഒരു ആംഗിളും എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ലൈനിനെ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ സൈഡും എത്ര ആയിരിക്കും? 90 ഡിഗ്രി. ഈ സൈഡും എത്ര ആയിരിക്കും? 90 ഡിഗ്രി. അപ്പം 2 സൈഡും 2 ആംഗിളുകളും എന്തുമായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. തന്നെയുമല്ല, ഈ ഒരു ലൈനും ഓക്കെ, ഈ ഒരു ലൈനും എന്തുമായിരിക്കും? പാരലൽ ആയിരിക്കും അല്ലേ? ഇതിപ്പോൾ എത്ര നീട്ടിയെന്ന് പറഞ്ഞാലും അത് ഒരിക്കലും കൂട്ടിമുട്ടാൻ പോകുന്നില്ല. നമുക്കതുപോലെ തന്നെ വേറൊരു 2 ആംഗിൾ നോക്കാം. ഒരു 50 ഡിഗ്രിയും ഒരു 60 ഡിഗ്രിയും നമുക്കൊന്ന് നോക്കാം.
ലൈൻ വരച്ചു. നമുക്ക് ആദ്യം ഇവിടെ ഒരു 50 ഡിഗ്രി വരയ്ക്കാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 50 ഡിഗ്രിയാണ്. ഈ ആംഗിൾ എത്ര? നമുക്കൊന്നും വരയ്ക്കേണ്ടത് 60 ഡിഗ്രി വരയ്ക്കണം. നമുക്കിത് കാണുമ്പം തോന്നും ഇത് പാരലൽ ലൈൻ അല്ലേ? അല്ല, ഇത് പാരലൽ ലൈൻ അല്ല. എന്താ കാര്യം? നമ്മളിതിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി എന്ന് വിചാരിച്ചോ. നീട്ടുമ്പോൾ എന്തോ സംഭവിക്കും? ഇത് അടുത്തടുത്തോണ്ടിരിക്കും. കണ്ടോ ഇതിൻ്റെ ഡിസ്റ്റൻസ്? ഇതിങ്ങനെ ഇതെവിടെ പേപ്പറിന് സ്ഥലമില്ല, ഇത് അങ്ങോട്ട് പോകും തോറും ഇതെവിടെയോ കൂട്ടിമുട്ടും. അപ്പം ഇതെന്താ? പാരലൽ ലൈൻ അല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ ആംഗിളുകൾ വരുന്ന ലൈനുകൾ മാത്രമേ പാരലൽ ആവുകയുള്ളൂ. ഓക്കെ, ഒരേ ആംഗിളുകൾ വരുന്ന ലൈനുകൾ മാത്രമേ പാരലൽ ആവുകയുള്ളൂ എന്ന് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം. അപ്പം ഇത് ആദ്യത്തെ ഒന്ന് നോക്കിക്കേ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു 2 ലൈനെ നമ്മൾ കൂട്ടിമുട്ടിച്ചാൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ കൂട്ടിമുട്ടിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി. അപ്പം ഇതിൻ്റെ അകത്തെ ആംഗിളും ഈ ഒരു ആംഗിളും ഇതും രണ്ടും പാരലലാണ്, ഇത് രണ്ടും പാരലലാണ്. ഓക്കെ, ഈ 2 ആംഗിളും 90 ഡിഗ്രിയാണ്, ഈ 2 ആംഗിളും 90 ഡിഗ്രിയാണ്. ഇവിടെ എല്ലാം 90 ഡിഗ്രിയാണ്. ഇതൊരു റെക്റ്റാങ്കിൾ ആക്കി നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് 90 ഡിഗ്രിയുടെ റെക്റ്റാങ്കിൾ. ഇപ്പം 90 ഡിഗ്രി അല്ല, നമുക്കിപ്പം 50 ഡിഗ്രിയുടെ ആംഗിളുകളാണ്. ഓക്കെ, നമ്മളപ്പോൾ എന്തോ ചെയ്യും? 2 ലൈൻ വരയ്ക്കും. നമുക്കിവിടെ 50 ഡിഗ്രി എടുക്കാം. ഞാൻ പറഞ്ഞു ഒരേ ആംഗിളുകൾ വരുന്ന ലൈനിനെ നമുക്കെന്തോ വിളിക്കാം? പാരലൽ ലൈൻസ് എന്ന് വിളിക്കാം. 50 ഡിഗ്രി ഇവിടെ എടുത്തു. എന്നിട്ട് നമ്മൾ ഈ 2 ലൈനിനെ നമ്മൾ കൂട്ടിമുട്ടിച്ചു. ഈ 2 പോയിന്റിനെ നമ്മൾ കൂട്ടിമുട്ടിച്ചു. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ കൂട്ടിമുട്ടിച്ചു. അപ്പം ഇത് റെക്റ്റാങ്കിൾ ആണോ? അല്ല, ഇത് റെക്റ്റാങ്കിൾ അല്ല. നമുക്ക് ഇവിടെ കിട്ടിയ ആംഗിൾ എത്രയായിരുന്നു? 50 ഡിഗ്രി. നമ്മൾ ഇവിടെ എടുത്ത ആംഗിൾ എത്രയായിരുന്നു? 50 ഡിഗ്രി. ഇവിടെയും 50 ആയിരിക്കും അല്ലേ? നോക്കാം, 50 ഡിഗ്രി. ഇവിടെയും അപ്പോൾ എത്ര ആയിരിക്കും? 50 ഡിഗ്രി. ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, പക്ഷേങ്കിൽ ഒരു ചതുർഭുജമാണ്, പക്ഷേങ്കിൽ ഒരു റെക്റ്റാങ്കിൾ അല്ല. കാരണം എന്താ? ഇതിന് ആംഗിളുകൾ 90 ഡിഗ്രി അല്ല. എന്നാലും ഇതും പാരലലാണ്, ഇതും പാരലലാണ്. അപ്പം ഇങ്ങനത്തെ ഫിഗറിനെ നമുക്ക് സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം എന്ന് പറയാം. അത് റെക്റ്റാങ്കിൾ അല്ല, ക്വാഡ്രിലാറ്ററൽ തന്നെയാണ്. പക്ഷേങ്കിൽ ഈ 2 സൈഡുകൾ ഈക്വൽ ആയിരിക്കും. മട്ടമല്ലാത്തതിനെയാണ് നമ്മൾ സാമാന്തരികം എന്ന് വിളിക്കുന്നത്. മട്ടമായതിനെ നമ്മൾ എന്തോ വിളിക്കും? റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ എന്ന് വിളിക്കും. എന്താ മട്ടം? റൈറ്റ് ആംഗിൾ. ഇത് റൈറ്റ് ആംഗിൾ ആണോ? അല്ല, ഇത് റൈറ്റ് ആംഗിൾ അല്ലാത്ത സ്ഥിതിക്ക് ഇതിനെ നമുക്ക് എന്തോ വിളിക്കാം? സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം എന്ന് വിളിക്കാം. ഈ ഫിഗർ ഒന്ന് നോക്കി. ഇതിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചതുപോലെ ഇവിടെ 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇതൊരു പാരലോഗ്രാമാണ്, സാമാന്തരികമാണെന്ന് പഠിച്ചു. എന്നിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എത്ര ആയിരിക്കും? 50 ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ? അതെന്താ കാര്യം? ഈ ലൈനും പാരലലായിട്ട് പോയത് കൊണ്ടാണ് ഈ ഒരു ആംഗിളും 50 ഡിഗ്രിയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ നോക്കിയേ, ഇതും എത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇതും എത്ര ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അത്രയും കാര്യം ക്ലിയർ ആയി. ഇനി നമ്മളോട് പറയുക ഈ ഒരു ആംഗിൾ കണ്ടെത്തണം. ഓക്കെ, ഈ ഒരു ആംഗിൾ കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കണ്ടെത്തും? നമുക്കറിയാം ഒരു ലൈനിൻ്റെ ഈ ലൈനിന് നമ്മളൊരു 2 ആംഗിളുകൾ ഉണ്ടാക്കുകയാണ്. ഈ 2 ആംഗിളും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ പെയർ. ഈ 2 ആംഗിളുകളും എന്തുവാണ്? ലീനിയർ പെയർ ആണ്. അപ്പം ഇവിടെ നമുക്ക് 50 ഡിഗ്രി കിട്ടി. ഇവിടെ എത്രയായിരിക്കും?
180 നിന്ന് ഈ 50 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇത്രയും നമുക്ക് കിട്ടും. അപ്പോൾ എത്ര? 130 ഡിഗ്രി. ഇവിടെ 130 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 130 ഡിഗ്രി അല്ലേ? അതുപോലെ തന്നെ ഇതും ലീനിയർ പെയർ തന്നെ അല്ലേ? ഇതും ലീനിയർ പെയർ തന്നെയാണ്. അപ്പോൾ നമ്മളോട് പറയുക ഇനി തിരിച്ച് ഈ ഒരു ആംഗിൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുത്തിട്ട് ഇതിവിടെ 2 ആംഗിളുകൾ കിട്ടും. ഈ 2 ആംഗിളുകളെയും നമുക്ക് എന്താ പറയാം? ലീനിയർ പെയർ എന്ന് പറയാം. അപ്പം 180 നിന്ന് 130 പോയാൽ ഇവിടെ എത്രയുണ്ടാവും? 50 ഡിഗ്രി. ഇവിടെയും നമുക്ക് നോക്കാം ഈ ഒരു ആംഗിള്, ഇത് രണ്ടും കൂടെ 180, 180 130 പോയി ബാക്കി 50 ഡിഗ്രി. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ആംഗിൾ, ഇത് 130, ഇവിടെ 50 ഡിഗ്രി, ഇതും 50 ഡിഗ്രി. അപ്പം ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 130 ഡിഗ്രി ആയിരിക്കും അല്ലേ? 50ഉം 130ഉം 180. ഇവിടെയും എത്രയായിരിക്കും? 130 ഡിഗ്രി, ഇതും 130 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു ഫിഗർ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ഒരു ആംഗിളും, അതായത് 2 പാരലൽ ലൈനിൻ്റെ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വലാണ്, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വലാണ് അല്ലേ? അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വലാണ്, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വലാണ്. അതുപോലെ തന്നെ ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വലാണ്, ഇതും ഇതും ഈക്വലാണ്. ഇതിനെല്ലാം നമുക്ക് ഓരോ പേരുകളുണ്ട്. നമുക്കിതിനെ പേരിടാം. എ, ഈ പോയിൻറ്റിന് നമുക്ക് ബി, ഈ പോയിൻ്റ് ഇവിടെ സി, ഡി, ഇ, ഇവിടെ നമുക്ക് ഈ പോയിൻറ്റിന് എഫ് എന്നിട്ടു, ജി, എച്ച്, ഈ പോയിൻറ്റിന് ഐ, ജെ, കെ, ഈ പോയിൻറ്റിന് എൽ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പം എ ബി സി എന്ന് പറയുന്ന ആംഗിളും ജി ഐ എച്ച് എന്ന് പറയുന്ന, അല്ല, എ ബി സിയും എച്ച് ഐ സിയും എന്ന് പറയുന്ന ആംഗിൾ നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിച്ച്. നമുക്ക് ആദ്യം സമാന കോണുകൾ എന്താണെന്ന് നോക്കാം. ഇത് തന്നെയാണ് ഞാനിവിടെയും വരച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ വൈ എസ് ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ എസ് ഡബ്ല്യു വി. മനസ്സിലായോ? ഇത് ഈ ആംഗിളും ഇത് ഈ ആംഗിളും, ഇത് രണ്ടും ഈക്വൽ ആണ്. ഇതിനെ പറയുന്ന പേരാണ് സമാന കോണുകൾ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. ഒന്ന് നോക്കിക്കേ, ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കറസ്പോണ്ടിങ് ആംഗിളാണ്, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം കറസ്പോണ്ടിങ് ആംഗിൾ. ഒന്നിത്, രണ്ടാമത്തേത് ആംഗിൾ പി എസ് വൈ ഈസ് ഈക്വൽ ടു ആംഗിൾ ടി ഡബ്ല്യു എസ് എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾ എഴുതാൻ പറ്റുമോ? തീർച്ചയായിട്ടും എഴുതാം. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം ആംഗിൾ പി എസ് ഡബ്ല്യുവും ഇതും ഇതും ആംഗിൾ ടി ഡബ്ല്യു യു. മനസ്സിലായല്ലോ? ഇനി നമുക്കൊരു കറസ്പോണ്ടിങ് ആംഗിളും കൂടെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും കറസ്പോണ്ടിങ് ആംഗിളാണ്. നമുക്ക് എഴുതാം ആംഗിൾ ക്യു എസ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു യു. അപ്പം നമുക്ക് 4 കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടി. കറസ്പോണ്ടിങ് ആംഗിൾ സമാന കോണുകൾ. മനസ്സിലായല്ലോ? സമാന കോണുകൾ എന്താണെന്ന് പാരലൽ ലൈൻസിൻ്റെ നമ്മൾ വരയ്ക്കുന്ന ആംഗിളിൻ്റെ സെയിം ആയിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തോ പറയുന്നത്? സമാന കോണുകൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് മറുകോണുകൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് എന്താണെന്ന് പഠിക്കാം. അതായത് മറുകോൺ എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആംഗിൾ, അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് ഇത്. അപ്പോൾ നമുക്കിതിന് പേര് കൊടുക്കാം. എ ബി സി ഡി ഇ എഫ്
ഇതിന് നമുക്ക് പേര് കൊടുക്കാം ജി, ഇതിന് നമുക്ക് പേര് കൊടുക്കാം എച്ച്. അപ്പോൾ നമുക്ക് കൊടുക്കാം ബി എച്ച് ജിയും ഏതൊക്കെയാണെന്ന് നോക്കിയേ, ആംഗിൾ ബി എച്ച് ജിയും ഇ ജി എച്ചും, ആംഗിൾ ഇ ജി എച്ചും. ഇനിയുണ്ടോ? തീർച്ചയായിട്ടും ഇനിയുണ്ട്. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും അല്ലേ, ഈ സി എച്ച് ജിയും ആംഗിൾ സി എച്ച് ജിയും ഇത് ഡി ഡി ജി എച്ചും. ഇനിയുമുണ്ടോ? ഉണ്ട്. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. എ എച്ച് സിയും ആംഗിൾ എ എച്ച് സിയും ഡി ജി എഫും. ഇനിയുണ്ടോ? ഉണ്ട്. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് ആണ്. ആംഗിൾ എ എച്ച് ബിയും എഫ് ജി ഇയും. മനസ്സിലായോ? നേരെ എതിര് നിൽക്കുന്ന അതിനെയാണ് നമുക്ക് മറുകോണുകൾ എന്ന് പറയാം. മറുകോണുകളുടെ പ്രത്യേകത എന്താ? മറുകോണുകളും തുല്യമായിരിക്കും എന്നതാണ് മറുകോണ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആംഗിൾസിൻ്റെ പ്രത്യേകത. അതായത് ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആംഗിൾസും ഓൾട്ടർനേറ്റീവ് ആംഗിൾസും കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും കണ്ടെത്താം.